ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് നീറ്റ് പരീക്ഷ തട്ടിപ്പാണ്. എന്താണ് ഈ നീറ്റ് പരീക്ഷ തട്ടിപ്പ്? ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുടനീളം നടത്തുന്ന ഒരു പൊതുപ്രവേശന പരീക്ഷയാണ്. നമുക്കറിയാം, പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മെഡിക്കൽ പ്രവേശനത്തിന് കേരള സർക്കാർ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരുന്നു. ഈ എൻട്രൻസ് പരീക്ഷകൾ അവസാനിപ്പിച്ച് ഇന്ത്യ ഒട്ടുക്ക് ഒറ്റ പരീക്ഷയാക്കി. അതാണ് നീറ്റ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ എല്ലാവരുടെയും ആഗ്രഹമാണ് മക്കളെ ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു വ്യവസായമാണ് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം, കോച്ചിങ് സെൻറ്റർ. കേരളത്തിലെ ഒരു സെൻറ്ററല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെയൊക്കെ പേര് പ്രേക്ഷകർക്കെല്ലാം അറിയാം, പത്രം വായിക്കുന്നവർക്കും അറിയാം. പത്രത്തിലെല്ലാം ജാക്കറ്റ് പരസ്യം എന്ന് വെച്ചാൽ ഒന്നാം പേജിൽ പത്രം തുറക്കുമ്പോഴേ ഫ്രണ്ട് പേജിൽ പത്രത്തിൻ്റെ പേര് പോലും വരുന്നതിന് മുമ്പ് വാർത്തയൊന്നുമില്ലാതെ ഫുൾ പേജ് പരസ്യം കൊടുക്കുന്നതിനാണ് ജാക്കറ്റ് പരസ്യം എന്ന് പറയുന്നത്. ഈ ജാക്കറ്റ് പരസ്യങ്ങളാണ് എല്ലാ പത്രങ്ങൾക്കും കേരളത്തിലെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിരന്തരം ചെയ്യുന്നത്. അതിൽ കേരളത്തിൽ പ്രബലമായ 4-5 സ്ഥാപനങ്ങളുണ്ട്. അതിലൊരു സ്ഥാപനത്തിൽ 40,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ അവർക്ക് പല കേരളത്തിലെ പല ജില്ലകളിൽ ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെ ടോട്ടൽ കണക്ക് 40,000 കുട്ടികൾ എന്നാണ്. ഒരു വിദ്യാർത്ഥിയോട് വാങ്ങുന്ന ഫീസ് എത്രയാണെന്നറിയോ? 1 ലക്ഷം രൂപ. ഒരു വിദ്യാർത്ഥി 40,000 കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ വരുമാനം 40,000 × 1 ലക്ഷം = 400 കോടി രൂപയാണ്. ചെറിയ കളിയല്ല ഒരു സ്ഥാപനത്തിന്. അപ്പോൾ കേരളത്തിൽ 4-5 സ്ഥാപനങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ എത്രയുണ്ടാവും? ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 10-20 ലക്ഷം പേരാണ് ഒരു വർഷം നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പുതുതായി അപേക്ഷിക്കുന്നത്. വീണ്ടും എഴുതുന്ന ഒരു വേറെ റിട്രൈ ചെയ്യുന്നവരുണ്ട്, ഒരു തവണ കിട്ടിയില്ല റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുടെ എണ്ണം കൂടാതെ അപ്പോൾ ഒരു 20 ലക്ഷം പേര് എഴുതുന്നു. 20 ലക്ഷം × 1 ലക്ഷം രൂപ ഫീസ് എന്ന് കൂട്ടിക്കേ. ലക്ഷം കോടിക്കപ്പുറത്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് നീറ്റ് പ്രവേശന പരീക്ഷാ പരിശീലനം ട്രെയിനിങ് സെൻറ്ററുകൾ നടത്തുക. അപ്പോൾ മനസ്സിലായില്ലേ, ഇതിന് ഫാക്ടറി വേണ്ട, മെഷീനറി വേണ്ട, എംപ്ലോയീസ് വേണ്ട, ക്ലാസ് മുറികളും ഒരു ഫാക്കൽറ്റിയും മാത്രം മതി. അപ്പോൾ 1 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ പല സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റിൻ്റെ തുകയാണ്. അപ്പോൾ അതിഭീമമായ തുകയാണ് ഈ പരിശീലന കേന്ദ്രങ്ങളിലൂടെ കിട്ടുന്നത്. കാരണം മക്കളെ ഡോക്ടർമാരാക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹം മാത്രമല്ല. ഇപ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് സ്വാശ്രയ കോളേജുകളൊക്കെ ഉണ്ടല്ലോ, പലയിടത്തും ഒരു മെഡിക്കൽ സീറ്റിന് 1 കോടി രൂപയ്ക്ക് മുകളിലാണ് റേറ്റ്. പിന്നെയുള്ള മാർഗം ചൈനയിലോ ജോർജിയയിലോ ഒക്കെ പോയി പഠിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ അവിടെ വിട്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള, സമ്മതമില്ലാത്ത മാതാപിതാക്കളുണ്ടാവാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലരും എന്ത് ചെയ്യും, ഈ നീറ്റങ്ങ് എഴുതിയാൽ റാങ്ക് ലിസ്റ്റിൽ കിട്ടിയാൽ എവിടെയെങ്കിലും കിട്ടുമല്ലോ. ഇന്ത്യയിലാണല്ലോ, ഇന്ത്യയിലാണ്. ഈ പുറത്തൊക്കെ പഠിക്കുന്നത് ചൈനയിലെ റഷ്യയിലൊക്കെ കോഴ്സുകൾ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, ഉക്രൈനിൽ പോയി പഠിക്കുന്നവരുണ്ട്. ഏതായാലും അവിടെയൊക്കെ ഒരുപാട് ഹാർഡ്ഷിപ്പുകളുണ്ട്. ഭാഷയുടെ പ്രശ്നം, ഭക്ഷണത്തിൻ്റെ പ്രശ്നം, പിന്നെ മറ്റ് സാമൂഹികമായ ചില പ്രശ്നങ്ങൾ. പിന്നെ അവിടെ പഠിച്ചിറങ്ങി ഇവിടെ വന്നിട്ട് വീണ്ടും ടെസ്റ്റ് എഴുതി പാസ്സാവണം. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പ്രവേശന പരീക്ഷയിൽ എവിടെയെങ്കിലും കിട്ടിയാൽ നന്നായി എന്ന് കരുതുന്ന മാതാപിതാക്കളുടെ ഒരു തള്ളിച്ച. അതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയൊരു വ്യവസായമായി. ഇത് വിദ്യാഭ്യാസമൊന്നുമില്ല, ഇതൊരു എൻ്റർപ്രൈസാണ് അല്ലേ. അത്രയും വലിയ 1 ലക്ഷം കോടി രൂപയൊക്കെ മിനിമം റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് വേറെ ഏതാ ഉള്ളത്? സങ്കല്പിക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥാപനം അവകാശപ്പെടുന്നത് അവർ തന്നെ അവകാശപ്പെടുന്നതാണ്. അവരുടെ പരസ്യത്തിലുണ്ട്, ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചത് 40,000 കുട്ടികൾ. നമ്മൾ പറയുന്നില്ല, അവരുടെ പത്രപരസ്യത്തിലുണ്ടായിരുന്നു 40,000 പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ 400 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു അക്കാഡമിക് ഇയറിൽ കേരളത്തിൽ നിന്ന് ആ സ്ഥാപനം ഉണ്ടാക്കി. ഒരു സ്ഥാപനം കേരളത്തിൽ 6 സ്ഥാപനം ഉണ്ടെങ്കിൽ എത്രയായി? കൂട്ടുക, 6×4 = 2,400 കോടി രൂപയുടെ വരുമാനം കേരളത്തിൽ നിന്ന് മാത്രം. അതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും കണക്കാക്കി നോക്കൂ. അപ്പോൾ ഒരു വലിയ തുകയാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചുരുങ്ങിയ ചെലവിൽ ഇത് പഠിക്കാം എന്ന് കരുതി അഡ്മിഷൻ തേടി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്കിൽ പറഞ്ഞു, ഒരു സ്ഥാപനം 60 കോടി രൂപ ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടാൻ വേണ്ടി അഖിലേന്ത്യാ നെറ്റ്വർക്കുള്ളൊരു സ്ഥാപനം 60 കോടി രൂപ ചിലവാക്കി എന്നാണ് പറയുന്നത്. ഇത്തരം 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ ചില ഉദ്യോഗസ്ഥ ആളുകൾ ഒരു നെക്സസ് പണ്ട് മുതലേ ഉണ്ട്. പ്രവേശന പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർത്തിയെടുത്ത് വിദ്യാഭ്യാസ ഏജൻസികൾ വഴി കൊടുത്ത്, അല്ലെങ്കിൽ പരിശീലന ട്രെയിനിങ് സെൻറ്റർ വഴി കൊടുത്ത് അവിടുത്തെ കുട്ടികൾക്ക് വലിയ വിജയം സമ്മാനിക്കുന്ന
ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇത് 720 നീറ്റിൻ്റെ പരമാവധി മാർക്ക്. 720-ൽ 720 കിട്ടിയ കുറേ ആളുകളെ സംബന്ധിച്ചുള്ള പരാതികൾ വന്നപ്പോഴാണ്, സംശയങ്ങൾ വന്നപ്പോഴാണ് ഇതിലേക്ക് വന്നത്. അതിനിടയ്ക്ക് ആയുഷി പട്ടേൽ എന്നുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ആദ്യം ഏറ്റവും വിവാദമായിട്ട് വന്നത്. ആയുഷി പട്ടേൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. തൻ്റെ OMR ഷീറ്റ് കീറിപ്പോയി. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് പരീക്ഷ നടന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA കുഴപ്പം കൊണ്ട് തൻ്റെ OMR ഷീറ്റ് കീറിപ്പോയത് കൊണ്ട് തനിക്ക് 335 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ 715 മാർക്ക് എനിക്ക് കിട്ടുമായിരുന്നു. എൻ്റെ കയ്യിൽ OMR ഷീറ്റിൻ്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കോപ്പി, കീറിയ OMR ഷീറ്റിൻ്റെ ഒരു കോപ്പി കോടതിയിൽ എക്സിബിറ്റായി തെളിവായിട്ട് സമർപ്പിച്ചു. ഇതറിഞ്ഞ ഉടനെ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോഴത്തെ നീറ്റ് വിവാദത്തിൻ്റെ തുടക്കം. പക്ഷേ ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ ആയുഷി പട്ടേലിൻ്റെ ഒറിജിനൽ OMR ഷീറ്റ് ഹാജരാക്കി. അത് കീറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ OMR ഷീറ്റ്, വ്യാജ OMR ഷീറ്റ് ഹാജരാക്കിയിട്ടാണ് ആയുഷി പട്ടേൽ ഈ കേസ് കൊടുത്ത് നീറ്റിനെതിരെയുള്ള സമരം ആരംഭിച്ചത്. അതിനെ കണ്ണടച്ച് പ്രിയങ്ക ഗാന്ധി ഒന്ന് പിന്തുണയ്ക്കുകയും ചെയ്തു. അതവിടെ പാളിപ്പോയി. അപ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്തു? ഹൈക്കോടതി പറഞ്ഞു ഇത് ശരിയല്ല, നീറ്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. നീറ്റിനല്ല NDAക്ക് വേണമെങ്കിൽ ആയുഷി പട്ടേലിനെതിരെ നിയമ നടപടി എടുക്കാം എന്ന് പറഞ്ഞു. ആയുഷി പട്ടേൽ ഇതേ തുടർന്ന് തൻ്റെ ഹർജി പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി വല്ലാതെ വിട്ടിലായിപ്പോയി. അവർ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന, അവർ ഏറ്റെടുത്ത് പിന്തുണ പ്രഖ്യാപിച്ചു വന്ന ഒരു കേസ് വ്യാജ കേസാണെന്ന് വന്നു. പക്ഷേ അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ വന്നപ്പോൾ ഈ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിന് കേന്ദ്ര സർക്കാർ അതിനെതിരെടുത്ത നടപടികളൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ഈ പരീക്ഷാ പേപ്പർ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ചോർന്നു കൊടുക്കുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ. അപ്പോൾ അത് പരിശോധിക്കും മുമ്പ് 1-2 കണക്കുകൾ പറയാം. കഴിഞ്ഞ വർഷം നീറ്റ് എഴുതിയ ഒരു വിദ്യാർത്ഥിനി കിട്ടിയ റാങ്ക് 2 ലക്ഷമായിരുന്നു. അഡ്മിഷൻ കിട്ടിയില്ല. അവർ വീണ്ടും എഴുതിയപ്പോൾ അവർക്ക് കിട്ടിയത് റാങ്ക് 2 ലക്ഷം. കഴിഞ്ഞ വർഷം കിട്ടിയ ആൾ 8000 റാങ്കിലെത്തി. അഡ്മിഷൻ ഉറപ്പായി. അപ്പോൾ നമുക്ക് അതിനെ സംശയദൃഷ്ടിയിൽ കാണാൻ പറ്റില്ല. ചിലപ്പോൾ പഠിച്ച് അത്യധ്വാനം ചെയ്ത് വന്നതുമായിരിക്കാം. എന്തായാലും ആ കുട്ടി ഇപ്പോൾ LTMG സിയോൺ ഹോസ്പിറ്റൽ മുംബൈയിൽ പഠിക്കുന്നുണ്ട്. MBBS. 2 ലക്ഷം കിട്ടിയ ആൾക്ക് 8000 റാങ്ക് കിട്ടി രണ്ടാമത് എഴുതിയപ്പോൾ. അതുപോലെ മറ്റൊരാൾ 10 ലക്ഷമായിരുന്നു റാങ്ക്. കഴിഞ്ഞ വർഷം 13000 റാങ്കിലെത്തി മുംബൈയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇത്തരം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇതുവരെ നടന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുറേ പരിശോധിച്ചപ്പോൾ ആദ്യത്തെ തവണ കിട്ടാത്ത വലിയ റാങ്കിന് തോറ്റുപോയവർ രണ്ടാം ഘട്ടത്തിൽ മികച്ച റാങ്കുകളായിട്ട് വന്ന് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഒരുപാട് മുന്നിലെത്തിയെന്ന് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കിയപ്പോൾ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബീഹാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ക്രമക്കേട് കണ്ടെത്തിയ ഒരു സ്ഥലം ഗോദ്രയാണ്. ഗോദ്ര നമുക്കറിയാമല്ലോ, തീവണ്ടി തീവച്ച് കർഷകരെ ജീവനോടെ കൊന്ന സ്ഥലം. ആ ഗോദ്രയിൽ ഗുരുതരമായ തട്ടിപ്പ് നടന്നു. അവിടെ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരീക്ഷ എഴുതി കുട്ടികൾ പോകും. അവിടെ പരീക്ഷ എഴുതുന്ന ചില കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു, നിങ്ങൾ അറിയാവുന്നത് മാത്രം ഫില്ല് ചെയ്യുക, അറിയാൻ വയ്യാത്തത് വെറുതെ വിട്ടേക്കുക, ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് ഈ ഉത്തരക്കടലാസുകൾ പാക്ക് ചെയ്യാനായിട്ട് പരീക്ഷാ സൂപ്രണ്ടന്റ് ഒരു അരമണിക്കൂർ സമയം കിട്ടും. ഈ അരമണിക്കൂറിനുള്ളിൽ വിട്ടുകളഞ്ഞ ഉത്തരം എഴുതാതെ വിട്ടുകളഞ്ഞത് സൂപ്രണ്ട് വേറെ ഒരു സംഘം വരുന്നത് ഫില്ല് ചെയ്യും. ഇതാണ് ഗോദ്രയിൽ നടന്നത് എന്നിപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അരമണിക്കൂർ കിട്ടുന്ന ഗ്യാപ്പ് കൊണ്ട് ആ സെൻറ്ററിലെ പരീക്ഷാ സൂപ്രണ്ടൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ട് ബ്ലാങ്ക് ഇട്ടിരുന്നതെല്ലാം ഫില്ല് ചെയ്ത് ഉത്തരം ഉറപ്പിക്കുന്നു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഉത്തരങ്ങളിലൂടെ അപ്പോൾ വന്നിട്ടുണ്ട്. ആൻസർ കീ നേരത്തെ വന്നിട്ടുണ്ട്. ആൻസർ കീ സാധാരണ വാല്യുവേഷൻ സമയത്താണ് പുറത്തു വരുന്നത്. പക്ഷേ അതിനു മുമ്പ് പരീക്ഷയ്ക്കൊപ്പം പരീക്ഷാ പേപ്പറിനൊപ്പം തന്നെ ചില കേന്ദ്രങ്ങളിൽ ആൻസർ കീ എത്തി. ഇനി വല്ല രസകരമായൊരു കാര്യം ഇപ്പോൾ ഗോദ്രയിലെ SP പറഞ്ഞതായി ചില മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. കാരണം ഗോദ്രയിൽ പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നത് ഗോദ്രക്കാരൊന്നുമല്ല. അതുപോലെ ബീഹാറിലെ ഒരു വിദൂര ഗ്രാമത്തിൽ പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നത് പാറ്റ്നയ്ക്കും ഒക്കെ പുറത്തുള്ള ആളാണ്. അതായത് വളരെ റിമോട്ടായിട്ടുള്ള വില്ലേജുകളിലെ സെൻറ്ററുകൾ ഓപ്റ്റ് ചെയ്യുന്നു. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഉൾപ്പെടെ ആയിരിക്കും അല്ലേ ഓപ്റ്റ് ചെയ്യുന്നു. ബീഹാറിലെ അല്ലെങ്കിൽ ഗുജറാത്തിലെ ഗോദ്രയിൽ എനിക്ക് പരീക്ഷ എഴുതിയാൽ മതി.
എന്ന് അപ്ലൈ ചെയ്തു. അതിന് പോലീസ് പരിശോധിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏത് സെൻട്രൽ പരീക്ഷ എഴുതാൻ താല്പര്യം കാണിക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾ അത് ബ്ലാങ്ക് ആയിട്ട് വിടും. വിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റാക്കറ്റ് ഉണ്ട്. ആ റാക്കറ്റ് ഇവർക്ക് ഈ മാൽ പ്രാക്ടീസ് നടത്താൻ പറ്റുന്ന സെൻറ്റർ വെച്ചിട്ട് ഈ സെൻറ്റർ അലോട്ട് ചെയ്യും. ഈ സെൻറ്റർ അവരെഴുതി ചേർക്കും. ഈ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘം ചെയ്യുന്നതാണ്. എന്നിട്ട് ഈ കുട്ടികളെ വിളിച്ച് പറയും, നിങ്ങൾ പേടിക്കണ്ട, ഗോതരയൊക്കെ ആയതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ഉറപ്പാണ്, നിങ്ങൾ അവിടെ പോയാൽ മതി, ഉറപ്പാണ്, അവിടെ പോയാൽ നിങ്ങളുടെ പരീക്ഷ കുട്ടി ജയിച്ചിരിക്കും എന്ന് പറയുമ്പോൾ അവർ പോകും. റിസ്ക് എടുക്കും. അപ്പോൾ ഇത് വളരെ ആ തുടക്കത്തിൽ ഇതിന് വാങ്ങുന്ന 10 ലക്ഷം രൂപയാണ് അഡ്വാൻസ് മേടിക്കുന്നത്. ഒരു ചോദ്യപേപ്പറിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്നു. 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം, ബാക്കി 9 ലക്ഷം രൂപ പരീക്ഷ എഴുതി കഴിയുമ്പോൾ കൊടുക്കണം. ഇതാണ് ഗോതരയിൽ നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 10 ലക്ഷം രൂപ. അപ്പോൾ ഈ 40 ലക്ഷം കുട്ടികളാണ് എഴുതുന്നത്. കണക്ക് കൂട്ടുമ്പോൾ അതായത് ഒരു 40 ലക്ഷം കുട്ടികൾക്ക് 1 ലക്ഷം രൂപ വീതം പഠിപ്പിക്കുന്നു. അത്രയും പേർക്ക് 10 ലക്ഷം രൂപ വീതം ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുന്നു. അപ്പോൾ ആകെ ഒരു വിദ്യാർത്ഥിക്ക് 10 ലക്ഷം രൂപ അടുത്ത് ചോദ്യപേപ്പർ വാങ്ങിയാൽ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ പേപ്പറിന് 11 ലക്ഷം രൂപ മുടക്കിയാൽ അഡ്മിഷൻ കിട്ടും. മെഡിക്കൽ അഡ്മിഷൻ ഉറപ്പായി. മറ്റേ കോടികളൊന്നും മുടക്കണ്ട. അപ്പോഴും കോടികൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കുന്ന 1 കോടിയാണെങ്കിൽ 90 ലക്ഷം രൂപ ലാഭം. അതെ. പിന്നെ 5 വർഷക്കാലം സുഖമായി സർക്കാർ ചെലവിൽ പഠിക്കാം. ഇതാണ് നടന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ മാത്രം 40,000 കുട്ടികൾ പഠിക്കുന്നുവെന്ന് അവരവകാശപ്പെട്ടിട്ടുണ്ട്, അവരുടെ പരസ്യത്തിലുണ്ട്. ഇപ്പം നീറ്റ് പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതത് പ്രാദേശിക ഭാഷകളിൽ പരീക്ഷ എഴുതാം. അതായത് കേരളത്തിലെ കുട്ടികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം. അപ്പോൾ നീറ്റിന് വേണ്ടി ഒരു സംഘം വിദഗ്ധരായ അധ്യാപകർ ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്നത്, ഇംഗ്ലീഷിലുണ്ടാക്കുന്നത്. അപ്പോൾ പ്രാദേശിക ഭാഷകളിൽ ഈ ചോദ്യപേപ്പർ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 പേപ്പറുകളാണ് വരുന്നത്. ഇത് 3 ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുന്ന എവിടെയാണ്? മലയാളത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കേരളത്തിലെ ഏതാനും അധ്യാപകരെ ഏൽപ്പിക്കും. അവർക്ക് കിട്ടുന്ന ഇപ്പോൾ 45 ചോദ്യം ഉണ്ടെങ്കിൽ 200 ചോദ്യം 300 ചോദ്യമായിരിക്കും കൊടുക്കുന്നത്. ഈ 300-ൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 45 ചോദ്യമാണ്. ആ തരത്തിലാണ് കൃത്യം വരുന്ന ചോദ്യങ്ങളല്ല, അതിൻ്റെ 3-4 ഇരട്ടി ചോദ്യങ്ങൾ കൊടുക്കും. പക്ഷേ അവർക്കറിയാം 300 ചോദ്യങ്ങളിൽ 50 എണ്ണം അല്ലെ 45 എണ്ണം വരുമെന്ന് ഈ ചോദ്യപേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അധ്യാപകന് ഉറപ്പായിട്ടും അറിയാം. ഈ 300 വരത്തുള്ളൂ. പക്ഷേ ഈ 300 ചോദ്യപേപ്പറിൽ അറിയാവുന്ന കേരളത്തിൽ മിനിമം 4-5 അല്ലെങ്കിൽ 10 താഴെ അധ്യാപകർ കേരളത്തിലുണ്ട്. നീറ്റിൻ്റെ പരീക്ഷ ചോദ്യങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത 10-ൽ താഴെ അധ്യാപകർ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇവരിൽ നിന്ന് ഇത് ചോർന്നു പോയിക്കൂടെ? ചോരുന്നതിൻ്റെ ഒരു വഴി അതാണ്. ഇനി കേരളത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാം. കേരളത്തിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചോരാതിരിക്കാൻ സാധ്യതയില്ല. ചോർന്നിട്ടുണ്ടാവാം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ മോഡൽ പരീക്ഷയിലെ മിക്കവാറും ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. യാദൃശ്ചികമാകാം, യാദൃശ്ചികമല്ലാതെയും വരാം. കാരണം കേരളത്തിലുള്ള 10ഓളം അധ്യാപകർ ട്രാൻസ്ലേറ്റ് ചെയ്ത ജോലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും വലിയ പാടൊന്നുമില്ല. അവരെ ഐഡൻറ്റിഫൈ ചെയ്താൽ അവർ തയ്യാറാക്കി കൊടുത്ത 300 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈസിയായിട്ട് കണ്ടെത്താം. അപ്പോൾ 400 കോടിയൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിലെ കോച്ചിങ് സെൻറ്ററുകൾക്ക്, മാധ്യമ സ്ഥാപനങ്ങളെന്ന് ഈ വായി വരുന്നത്, കോച്ചിങ് സെൻറ്ററുകൾക്ക് ഈ അധ്യാപകനെ കണ്ട് ഒരു റെമ്യൂണറേഷൻ കൊടുത്ത്, ഒരു പാരിതോഷികം കൊടുത്ത് ആ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടുന്ന ഒരു മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിച്ചുകൂടെ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. കേരളത്തിലും നടന്നിട്ടുണ്ടാവാം. ഇതാണ് നീറ്റ് പരീക്ഷയിൽ നടന്നിട്ടുള്ള ക്രമക്കേട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു, ആദുഷി പട്ടേലിനെ വെച്ചിട്ട് കോൺഗ്രസ് നടത്തിയ ഒരു രാഷ്ട്രീയ നാടകമുണ്ട്, ചുറ്റിപ്പോയി. ഇപ്പോൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു. രണ്ടാമത് റീടെസ്റ്റ് നടത്താൻ, ആ ചോർന്ന സ്ഥലങ്ങളിലൊക്കെ റീടെസ്റ്റ് നടത്താനായിട്ട് ഇപ്പോൾ തീരുമാനം വരുന്നുണ്ട്. CBI അന്വേഷണം വരുന്നുണ്ട്. പരീക്ഷാ പേപ്പർ ചോരുന്നതിനെതിരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നിയമം നടപ്പാക്കി 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ശിക്ഷാ നടപടികൾ കൂടി ഒരുങ്ങിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇത്ര ഭീമമായ തുക വാങ്ങി നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടി ആളുകളെ സജ്ജരാക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട്. ഇവർക്ക് ആരൊക്കെയായിട്ടാണ്
ബന്ധമുള്ളത് ഞാൻ പറഞ്ഞു കേട്ടൊരു കാര്യം, പറഞ്ഞു കേട്ടതാണ്, ആവർത്തിച്ച് പറയാം. കേരളത്തിലെ പോലീസുകാരുടെ മക്കളാണെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ ഫീസ് ഇളവ് കിട്ടും. പോലീസുകാരുടെ മക്കൾക്ക് അസോസിയേഷൻ്റെ ലെറ്റർ കൊടുത്താൽ ഫീസ് ഇളവ് 1 ലക്ഷം രൂപയ്ക്ക് വരെ 30,000 രൂപ കൊടുത്താൽ മതി എന്ന് ഒരു ആരോപണം കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നുണ്ട്, നമ്മൾ ഉറപ്പുവരുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു ആരോപണമാണ്, ഒരുപക്ഷെ വെറും ആരോപണമായിരിക്കാം. പല സ്ഥാപനങ്ങളും പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സൗജന്യ നിരക്കിൽ കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പോലീസുകാരുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഒരു വിവരം നമുക്ക് കിട്ടി. എന്തിനാണ് പോലീസുകാരുടെ മക്കൾ? പോലീസുകാർക്ക് ജോലിയുണ്ടല്ലോ. അതെ. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എന്തിനാണ് ഇളവ് കൊടുക്കുന്നത്? അതിനകത്ത് എന്തോ ഒരു സംരക്ഷണമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് അത്ര സുതാര്യമാണോ? അതിൻ്റെ ഇവർ 40,000 കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് 500 കോടി രൂപയുടെ റവന്യൂ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നികുതി അടയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അത് പറയുകയും ചെയ്യും. ഏതായാലും ഈ നമ്മൾ കേരളത്തിൽ ഇതൊന്നും ബാധകമല്ല. കേരളം ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം അടുത്ത വർഷം ഈ കുട്ടികളെ കിട്ടണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഈ വർഷം കുറേ മികച്ച റിസൾട്ട് ഉണ്ടാവണം. നമ്മൾ കാണുന്നില്ലേ കുട്ടികളുടെയൊക്കെ എത്രയോ ആളുകളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ മികച്ച റിസൾട്ട് ഉണ്ടാക്കി ഒരു മനോരമ പോലെയുള്ള ഒരു പത്രത്തിൻ്റെ ജാക്കറ്റ് പരസ്യം വേണമെങ്കിൽ മിനിമം ഒരു 70 ലക്ഷം രൂപ 80 ലക്ഷം രൂപ മിനിമം വരും. നല്ല റേറ്റിൽ 2-3 തവണ ഇവർ 2-3 തവണ ചെയ്യുന്നു. മനോരമ മാത്രമല്ല, മലയാളത്തിലെ എല്ലാ പത്രങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് കേരളത്തിലെ നീറ്റ് പരീക്ഷയിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ എത്രയാണ്? എത്ര തുക ഇവിടെ ഫീസായി കിട്ടുന്നുണ്ട് ഈ സ്ഥാപനങ്ങൾക്ക്? അവരെങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു? ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണോ എന്ന തരത്തിലുള്ള ഒരു വാർത്ത പോലും ഒരു പത്രത്തിൽ വരില്ല, ഒരു ചാനലിലും വരില്ല. കാരണം ഈ പരസ്യമാണ്. അപ്പോൾ നമ്മൾ മാത്രമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചില സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മളത് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമ്മുടെ കിട്ടാനിരിക്കുകയാണ്. പറയുന്നത് നാളെ തിരുത്തി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും നീറ്റ് പരീക്ഷ അത്ര നീറ്റായല്ല നടക്കുന്നത് കേരളത്തിലും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നമ്മളതിൻ്റെ പിന്നാലെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.